സഹോദരങ്ങളെ, ഇപ്പോഴല്ലേ അവർ കാര്യങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് വരുന്നത്. ജെറുസലേമിലെ ടെമ്പിൾ മൗണ്ടിൽ നിന്നുകൊണ്ട് അവരുടെ യഥാർത്ഥ ശത്രു ഇസ്രായേലല്ല, ക്രിസ്ത്യാനിറ്റി ആണ് എന്ന് അവർ വ്യക്തമാക്കുകയാണ്. അവിശ്വാസികളുടെ ലോകത്തെ അധീനതയിൽ കൊണ്ടുവന്ന് അള്ളായെ പ്രതി ജിഹാദ് നടത്തി ഒരു സൈന്യത്തെ തന്നെ ലോകം മുഴുവനും തങ്ങളുടെ അധീനതയിലാക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ മൗഢ്യത നിറഞ്ഞ ഇസ്ലാമിസ്റ്റിൻ്റെ ചിന്താഗതികൾ എത്ര പൊള്ളത്തരമാണെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തൻ്റെ വെളിപാടിലൂടെ തെളിയിച്ച് കാണിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, യോനായുടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ. കർത്താവിൻ്റെ ശിഷ്യനായ പത്രോസിനോട് പറയുന്ന ഭാഗമാണിത്. നീ പത്രോസാണ്, ഞാൻ നിന്നോട് പറയുന്നു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇത് ആരോടും പറയരുതെന്ന് അനന്തരം ക്രിസ്തു ശിഷ്യന്മാരോട് കൽപ്പിച്ചു. എന്തായാലും ഇത്ര വലിയൊരു ശക്തി തിരുസഭയ്ക്കുണ്ട് എന്ന് ഉടനെ മറ്റാരും അറിയരുത് എന്ന് ഈശോ മനസ്സിൽ കരുതി. ഈ ബൈബിളിലെ തിരുവചനങ്ങൾ ഒരിക്കലും സംഭവിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്നവയെ മുൻകൂട്ടി കണ്ട കർത്താവ് അതിനെതിരെ ഈ പ്രവചനങ്ങൾ നേരത്തെ തന്നെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സമയത്ത് അത് മനസ്സിലാക്കിയാൽ മതി എന്നോർത്തുകൊണ്ട് ഇന്ന് പലയിടത്തും കുരിശ് സ്ഥാപിച്ചെടുത്ത് കുരിശിനെ ഇളക്കിപ്പറിക്കുന്നു, കുരിശ് തലകീഴായി പറിച്ച് സ്ഥാപിക്കുന്നു, കുരിശിനെ എടുത്തു മാറ്റുന്നു, അതുപോലെ പള്ളികൾ കത്തിക്കുന്നു, പള്ളിയുടെ പേര് മാറ്റി ക്രിസ്ത്യാനികളുടെ പള്ളികൾ ചർച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നും ഒക്കെ, മുസ്ലിമിൻ്റെ മോസ്കുകൾ പള്ളികളാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഈ കാലത്ത് മുസ്ലിമുകൾ രംഗത്തേക്ക് വരുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പള്ളികളുടെ നേരെയും ക്രിസ്ത്യാനികളുടെ നേരെയും ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് പല ഭിന്നിപ്പുകളും ഉണ്ടാക്കുവാൻ, പല രൂപതകളിലും ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്ത്യാനികളുടെ ബലിപീഠത്തെ തകർക്കുവാൻ, ക്രിസ്ത്യാനികളെ വഴിതെറ്റിച്ച് പുരോഹിതരെ വശത്താക്കി ചില മൂല്യബോധങ്ങളെ തകർത്തുകൊണ്ട് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക പ്രവൃത്തികൾ, ഇത് അധികാരപ്പെട്ടവർക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ ആരും പേടിച്ചു വിറയ്ക്കുന്നില്ല. ശക്തനായവൻ കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ കൊടിക്കീഴിൽ തന്നെ ക്രിസ്ത്യാനികൾ അണിനിരക്കും. ഭയപ്പാടുകൊണ്ടോ അല്ലെങ്കിൽ
ചഞ്ചലചിത്തരായി മനസ്സുമടുത്ത് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോടുകയോ ചെയ്യുമെന്ന് വിചാരിക്കേണ്ട. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ഈശോയുടെ അരുമശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് സ്വർഗദർശനമുണ്ടായി. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തലുകൾ കൊടുത്തു. ഇതാ വെളിപാടിൻ്റെ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: ഇതിനുശേഷം സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഞാൻ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ ആദ്യം കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരൂ, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ആക്രോശിച്ചും പ്രഖ്യാപിച്ചും കൊണ്ട് നടക്കുന്ന ഈ കാര്യങ്ങൾക്കെതിരെ സ്വർഗീയ ദർശനമുണ്ടായപ്പോൾ, വെളിപാടുണ്ടായപ്പോൾ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം അറുതി വരുത്തുവാൻ ദൈവിക വെളിപാട് ഇതാ നിങ്ങൾ കേട്ടോളൂ. ഒരു പുസ്തക ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കിടയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. പിന്നീട് അദ്ദേഹം കണ്ടതിതാണ്: 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിൻ്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യവും നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു: പുസ്തകച്ചുരുൾ സ്വീകരിക്കുവാനും അതിൻ്റെ മുദ്രകൾ തുറക്കുവാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ള എല്ലാവരെയും ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തിരിക്കുന്നു. അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി നമ്മുടെ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. ഭൂമിയുടെ മേൽ, രാജ്യത്തിൻ്റെ മേലും അവിശ്വാസികളുടെ നിര കൂട്ടിക്കൊണ്ട് ഭരണം നടത്താമെന്ന് വ്യാമോഹിക്കേണ്ട. ഇതാണ് അതിൻ്റെ വെളിപ്പെടുത്തലുകൾ. ഇനിയും നിങ്ങളുടെ കുപ്രസിദ്ധിക്കും നിങ്ങളുടെ താൽക്കാലികമായ വിജയത്തിനും ഉള്ള ശിക്ഷ എന്താണെന്ന് വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ ഇത് വ്യക്തമായി വെളിപ്പെടുത്തുന്നു. ഭൂമിയുടെ 4 കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കുവാൻ അവൻ പുറത്തു വരും. അവരുടെ സംഖ്യ കടപ്പുറത്തെ മണൽത്തരികളോളമായിരിക്കും. അവർ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയവും പ്രിയപ്പെട്ട പട്ടണവും വളഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജ പ്രവാചകനും വസിച്ചിരുന്ന ഗന്ധാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെടും. ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റിൻ്റെ പൈശാചിക പ്രവൃത്തികൾക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. ഇനിയും വെളിപ്പെടുത്തപ്പെട്ട സത്യം ഇതാണ്: സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും. ക്രിസ്ത്യാനിറ്റി വെറുക്കുന്ന നിങ്ങളോട് പറയാനുള്ളതാണിത്. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ
ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. പിന്നെ അവൻ വിശുദ്ധ യോഹന്നാനോട് ഇപ്രകാരം പറഞ്ഞു: സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവിയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. ഇതാ ആരൊക്കെയാണ് ഈ ദൗർഭാഗ്യത്തിലേക്ക് വരുന്നെന്ന്. ഇസ്ലാം മുഴുവനും ഈ തിന്മയിലേക്ക് പോവില്ല. നല്ല വിശുദ്ധരായ വ്യക്തികളും അതിലുണ്ട്. അതും കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവാലയം ആക്രമിക്കുന്ന, പള്ളിയെ തച്ചുടയ്ക്കുവാൻ ശ്രമിക്കുന്ന, കുരിശുരൂപം തകർക്കുവാനും വിശുദ്ധ രൂപങ്ങൾ തൂത്തെറിയുവാനും ശ്രമിക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളത് ഇതാണ്: ദേവാലയം കത്തിച്ചാലും അത് ചാമ്പലായി തീരില്ല. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം. മനസ്സിലാക്കിക്കൊള്ളുക. നഗരത്തിന് പ്രകാശം നൽകുവാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. അതിൻ്റെ പ്രകാശത്തിൽ ജനതകൾ സഞ്ചരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. അവിടെയാകട്ടെ രാത്രി ഇല്ലതാനും. ജനതകൾ തങ്ങളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. അശുദ്ധമായതൊന്നും, മ്ലേച്ഛതയും കൗടില്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും അസത്യത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. ആരെങ്കിലും ഈ വചനങ്ങളോട് ഏതെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവൻ്റെ മേൽ അയക്കും. ഈ പുസ്തകത്തിലെ പ്രവചനങ്ങളിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ നഗരത്തിലും ജീവൻ്റെ വൃക്ഷത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തു കളയും. ഇത് സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു: അതെ, ഞാൻ വേഗം വരുന്നു. കർത്താവേ, അവിടുന്ന് വേഗം വരണമേ. കർത്താവായ യേശുവിൻ്റെ കൃപയും എല്ലാവരോടും കൂടെ അവിടുത്തെ സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ആമേൻ.